ഹായ് ഫ്രണ്ട്സ്, ആർ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഷാമതായി തൂക്കി എറിയുന്ന മീനുകളെ കണ്ടു. ഇത് വറ്റയാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ മാത്രമല്ല, കടൽ തീരമുള്ള എല്ലാ സ്ഥലങ്ങളിലും വറ്റ സീസണായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിളക്കമുള്ള ജിഗുകളോ നമ്മളെ GT സ്റ്റീലോ അതിൻ്റെ തിളക്കമുള്ള ഹിൽറ്റ് കെട്ടി എറിയാൻ പറ്റുന്ന ഏതൊരു സാധനത്തിനകത്തും വറ്റ പറന്നടി. അപ്പോൾ ഈ വറ്റ എന്ന് പറയുന്ന മീൻ ഒന്നോ രണ്ടോ ആയിട്ട് വരുന്നതല്ല, കൂട്ടമായിട്ടാണ് വറ്റക്കൂട്ടം വരുന്നത്. അപ്പോൾ അതിനിടയിലേക്ക് നമ്മളെ ജിഗി എന്ന് വേണ്ട താമസം ഇതേപോലെ മീനുകളെ നമുക്ക് തൂക്കി കരയിലെത്തിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ ഷ്യാം ഉപയോഗിക്കുന്ന റോഡ് ഏതെന്നായിരിക്കും അടുത്ത കമൻറ്റ് വരുന്നത്. ആ റോഡ് ഏതായാലും ഞാൻ പറയാം. നമ്മളെ ഡൈവേയുടെ ഷോർ ജിഗിങ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഷ്യാം ഉപയോഗിക്കുന്നത്. ഷ്യാമിൻ്റെ ജിഗിങ് മെത്തേഡാണ് നിങ്ങളീ കാണുന്നത്. ജിഗ് വെള്ളത്തിലൊന്ന് താഴ്ത്തുക, ഇതേണക്ക് ട്വിസ്റ്റ് ചെയ്ത് വലിക്കുക. മീനുണ്ടെങ്കിൽ മീൻ എന്തായാലും പറന്നടിക്കും. ഷ്യാമിന് എന്തായാലും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. 1 കിലോയ്ക്ക് മേളിൽ എന്തായാലും സൈസുള്ള ഒരു വറ്റ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ജിഗ് എന്ന് പറഞ്ഞാൽ ലൂക്കാനയുടെ പ്രിഡേറ്റർ ജിഗാണ്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻ P2 ലൈനാണ്. അത്യാവശ്യം ഒഴുക്കുള്ള സമയമാണ്. നമ്മൾ പിടിക്കുന്ന ഒരു മീനും നമ്മൾ മിസ് ചെയ്യത്തില്ല. മാക്സിമം അതിനെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ലാൻഡ് ചെയ്യിക്കാൻ നോക്കും. അത് തന്നെയാണ് ഷ്യാമും ചെയ്യുന്നത്. ഞാൻ അടുത്തുനിന്ന് ഒരാളടുത്ത് സഹായം പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗോപ്രോയിലല്ല, നമ്മളെ മൊബൈലിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കറക്റ്റിന് കിട്ടാത്തത്. അപ്പോൾ ഞാൻ അടുത്തുനിന്ന് ഒരാളുടെ സഹായം ചോദിച്ചായിരുന്നു. കാരണം ഇത് പൊട്ടിപ്പോയാലോ, P2 ലൈനാണ്. പക്ഷേ ഷ്യാം സിമ്പിളായിട്ട് നിന്നിട്ട് ആ സ്റ്റിക്കിന് തന്നെ അതിനെ തൂക്കി മേളിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ട് സ്റ്റിക്കുമായിട്ട് നിന്ന് മൽപ്പിടുത്തം പിടിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. സിമ്പിളായിട്ട് മീൻ കരയ്ക്ക് എത്തും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പ്രിഡേറ്റർ ജിഗാണ്. ലൂക്കാനയുടേത് 60 ഗ്രാമാണ്. അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ ഈ സാധനം ഉണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് ഓടുക. വയ്യാ മതി. ആ തിരക്കേറ്റ് ഇങ്ങോട്ടൊന്ന് കാണിച്ച് ബാക്കിലോട്ടൊന്ന് തിരിച്ചു പോയി. തിരിച്ചു വേണം, തിരിച്ചു വേണം. 1 കിലോ ടൈപ്പ് വറ്റ. ഓക്കെ, വീഡിയോ എടുക്കാൻ ആളില്ല. നിങ്ങൾ വിളി, ഞാൻ നോക്കിയേക്കാം. മനോ ഒക്കടാ.
അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസത്തെ വീഡിയോ അല്ല. അപ്പോൾ മനു കാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷാഡിനകത്താണ്. അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല കലക്കുണ്ട്. ഇത് മഴ പെയ്ത് തോന്നിയതിന് ശേഷമുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഗിലല്ല, ഷാഡിലാണ്. ഇപ്പോൾ എടുക്കുന്ന വറ്റകളെന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് മേളിൽ എന്തായാലും തൂക്കം ഉണ്ടാവും. 2 കിലോ 3 കിലോ സൈസ് വറ്റകളാണ് എടുക്കുന്നത്. അപ്പോൾ മനുവിന് എന്തായാലും മീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുണ്ട്. ആ ഒഴുക്കിൽ ആ മീനിൻ്റെ ആ പിടുത്തം അതേപോലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. മനു അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അതിനെ കരയ്ക്ക് എത്തിക്കുന്നത്. കരയ്ക്ക് എത്തിക്കുന്ന പാടെ തന്നെ ഷാഡിൽ നിന്ന് അത് വിട്ടു പോകുന്നുണ്ട്. അതിൻ്റെ സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് സൂം ചെയ്ത് എടുക്കുകയാണ്. 1 കിലോയ്ക്ക് മേളിലുള്ളൊരു വറ്റയാണ് ഈ കാണുന്നത്. അത് കരയ്ക്ക് എത്തിയ പാടെ തന്നെ അതിൻ്റെ ലോക്ക്, ഷാഡിൽ നിന്നുള്ള ലോക്ക് നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും മനുവിനൊരു മീൻ അടിച്ചിട്ടുണ്ട്. അതും ഷാഡിൽ തന്നെയാണ്. അത്യാവശ്യം 2 കിലോയ്ക്ക് മേളിൽ തൂക്കമുള്ള ഒരു GT തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കരക്കേറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും മനു അതിനെ കരക്കെത്തിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തൂക്കി പുറകിലേക്ക് എറിയാണ്. അത് സ്റ്റിക്കിൽ ഡയറക്റ്റ് തൂക്കി എറിയാണ്. മീനെ നിങ്ങൾക്ക് കാണാം, മീനിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.